പാതിരാത്രിയില് ഫോൺ വിളി, മെസ്സേജ് അയപ്പ്, എന്റെ മുമ്പിൽ വെച്ച് പോലും വളരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങള്, സ്ത്രീ നിലപാടുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇവരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും തെളിവുകൾ ആവശ്യമുണ്ടെങ്കിലും അതും എന്റെ പക്കലുണ്ടെന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ പുതിയതായി ചാർജ് എടുത്ത കമ്മിറ്റി പുതിയ ഓഫീസ് സ്റ്റാഫിനെ നിയമിച്ചു. മാനേജറായിട്ട് ഒരു ലേഡി ആയിരുന്നു. അതിൻ്റെ പേര് അതുല്യ എന്നാണ്. അതുല്യ ഇപ്പോൾ അതുല്യയ്ക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് തുറന്ന് ഒരു കത്ത് എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും അയച്ചു. ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് പ്രസിഡന്റും സെക്രട്ടറിക്കും അയച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതുല്യ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് തനിക്കുണ്ടായ അനുഭവങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടൊരു കത്തയച്ചത്. ആ കത്തിൻ്റെ പകർപ്പ് എനിക്ക് ലഭിച്ചു. ഇതിനുശേഷം ഞാൻ അതുല്യയായിട്ട് സംസാരിക്കുമുണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യം ചൂട്ടും. അത്രമാത്രം വലിയ കത്താണ്. എല്ലാ പോയിന്റുകളും നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെഴുതിയിരിക്കുന്നത്, ബഹുമാനപ്പെട്ട പ്രസിഡന്റും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, അമ്മയുടെ ഓഫീസ് ട്രഷറിൽ നിന്നുണ്ടായ ചില മോശം പെരുമാറ്റങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഓഫീസ് മാനേജറായിരുന്ന എന്നെ ടെർമിനേറ്റ് ചെയ്യുന്ന നടപടിയാണ് ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ ട്രഷററും ജനറൽ സെക്രട്ടറിയും കൂടിയാണ് ഇത്തരമൊരു നടപടി ഉണ്ടായ കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാട്ടാം. അവിടെയുള്ള എക്സിക്യൂട്ടീവ് മെമ്പർമാരെ, പുരുഷനെയും ലേഡീസിനെയും കുറിച്ച് ഇവർ തമ്മിലുള്ള അവിവിധ ബന്ധങ്ങളാണ് എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം ഈ അതുല്യയുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. തെളിവ് വരെ ഹാജരാക്കാമെന്ന് എന്നോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട 2-3 പോയിന്റ് ഞാൻ വായിക്കുകയാണ്. അതുല്യ പരാതിപ്പെട്ട ശേഷം കഴിഞ്ഞ മാസങ്ങളിൽ പലതവണ ഞാൻ ഓഫീസിൽ നിന്നും എപ്പോഴാണ് ജോലി അവസാനിപ്പിച്ച് പോകുന്നതെന്ന് എന്നോട് ജനറൽ സെക്രട്ടറി ഫോണിലൂടെ നേരിട്ടും ചോദിക്കുകയുണ്ടായി. ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രസിഡന്റിനെ അറിയിക്കുന്നു എന്ന് പറഞ്ഞു. ഇതുപോലെ മുമ്പും ഫോണിൽ വിളിച്ച് അല്ലാതെയും ജനറൽ സെക്രട്ടറി എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ട്രഷറർ ഉണ്ണി ശിവപാലിനെ കുറിച്ച് ഞാനൊരു പരാതിയും പ്രസിഡന്റിനോട് പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രസിഡന്റിനോട് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈലോ പ്രകാരം ജനറൽ സെക്രട്ടറിയാണ് ഇവിടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും, അല്ലാതെ പ്രസിഡന്റിനല്ല എന്നാണ് ഓഫീസ് മാനേജറായ എന്നോട് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. എന്നെ ജോലിക്കെടുക്കുന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ട്രഷറി ഈ ഈഗോ യുദ്ധം തുടങ്ങിയതാണ്. ഇങ്ങനെ പല കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഈ അടുത്ത ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയ നേരത്ത് ട്രഷറി വരികയും തപാൽ അയക്കാൻ സെക്യൂരിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. സെക്യൂരിറ്റിയും ഞാനും പോയി കഴിഞ്ഞിട്ട് അതുല്യയെ സെക്യൂരിറ്റിയെയും ഒരു വണ്ടിയിലാണ് പോയതെന്നും ഹൗസ് കീപ്പിംഗ് ബോയിയോട് രഹസ്യമായി ചോദിച്ചതായി ഞാൻ അറിഞ്ഞു. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ കുറിച്ചുള്ള സെക്രട്ടറിയുടെയും ട്രഷറിൻ്റെയും നിലവാരമില്ലാത്ത പല കമൻറ്റുകളും കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ജോലിക്ക് കയറിയ സമയത്ത് പബ്ലിക്കായിട്ടിരുന്ന് ജോയിന്റ് സെക്രട്ടറിയെ കുറിച്ച് അസ്വാഭാവികത ചെയ്തുകൊണ്ടുള്ള വളരെ മോശമായ രീതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട നടനെ ചേർത്ത് അശ്ലീലം പറയുന്നതും, അതോടൊപ്പം തന്നെ 2 എക്സിക്യൂട്ടീവ് മെമ്പർമാരെ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് മെമ്പറിൽ ഒരാൾ മെയിൽ ചെക്ക് ചെയ്യുന്നതിൻ്റെ മെയിലിൻ്റെ പാസ്വേഡ് വരെ മാറ്റുകയുണ്ടായി. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം ഇതിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സരയു, സിജോയ്, ടിനി ടോം, കൈലാഷ് എന്നിവർ ആരെങ്കിലും ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്യാമറ ഒക്കെ എവിടെ ഉണ്ടെങ്കിൽ പോലും അവർ എപ്പോൾ വന്നു, എവിടെ ഇരുന്നു, ഏത് ഫ്ലോറിൽ കയറി, എന്നോട് എന്ത് ചോദിച്ചു, സംസാരിച്ചു എന്നൊക്കെ മാറിയും തിരിഞ്ഞും ട്രഷററും സെക്രട്ടറിയും ചോദിക്കാറുണ്ട്. അതേസമയം ട്രഷററും ജനറൽ സെക്രട്ടറിയും ഉള്ളപ്പോൾ അവരെ കാണാൻ വരുന്ന ഗസ്റ്റുകൾക്ക് രജിസ്റ്റർ എഴുതാറില്ല, പ്രത്യേകിച്ച് 5 മണിക്ക് ശേഷം. ഒരിക്കൽ സെക്യൂരിറ്റിയോട് ഞാൻ ആൾ വരുന്നത് രജിസ്റ്ററിൽ എഴുതാത്തതിനെ കുറിച്ച് ചോദിച്ചു. അവിടെ ആളുകൾ 5 മണിക്ക് ശേഷം വരികയും പോവുകയും ചെയ്യുന്നത് അതുല്യ എങ്ങനെ അറിഞ്ഞു എന്നാണ് ചോദ്യം. അതുല്യയോട് എന്തിന് നിങ്ങൾ അറിയിക്കുന്നു എന്നൊക്കെ സെക്യൂരിറ്റിയോട് ജനറൽ സെക്രട്ടറി ചോദിച്ചു. വഴക്കും പറഞ്ഞു. ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറകൾ മാറ്റി അധിക ചെലവുണ്ടാക്കി. ആ ക്യാമറയിൽ സൗണ്ട് ഉൾപ്പെടെ ഉണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അതിനകത്ത് സൗണ്ട് ഉൾപ്പെടെ വെക്കുന്ന രീതിയിലുള്ള ക്യാമറ വെച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അത് ഈ ഉണ്ണി ശിവപാലിനും സെക്രട്ടറിക്കും വീട്ടിലിരുന്ന് അവിടെ വന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയാണ്. അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ക്യാമറ മാറ്റി വേറെ ക്യാമറ സ്ഥാപിച്ച് അധിക ചെലവുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരം അധിക ചെലവ് നടക്കുന്നത് കൊണ്ട് ബാങ്ക് ട്രാൻസാക്ഷൻ പ്രസിഡന്റിനെ അറിയിക്കാൻ പാടില്ല എന്ന് ജനറൽ സെക്രട്ടറിയും ട്രഷററും പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ പേരിൽ 1 ലക്ഷം രൂപയിൽ പുറത്ത് ചെലവ് വന്ന വിവരം നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവയ്ക്കുകയാണ്. അത് എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അവരൊന്നും ഇതൊന്നും അറിയുന്നില്ല ഇവിടെ എത്ര ചെലവായെന്നുള്ളത്. അതും പങ്കുവയ്ക്കുകയാണ്. ഓൺലൈൻ മീറ്റിംഗും ഓഫ്ലൈൻ മീറ്റിംഗും ചേർന്ന് കഴിഞ്ഞ് TA പോയിരിക്കുന്നത് 95,000 രൂപയാണ്. 29 ഏപ്രിൽ നടത്തിയതിൻ്റെ TA പോയിട്ടില്ല. ആളുകൾ എന്നോട് ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി പ്രിയയ്ക്കെതിരെ മെയിലിടാൻ പ്രേരിപ്പിച്ചു. അതിനൊരു ഡിസിപ്ലിൻ കമ്മിറ്റി രൂപീകരിച്ചു. അതിനൊരു ചെയർമാനെയും വെച്ചു. അയാളുടെ പേരിൽ സീലൊക്കെ ഉണ്ടാക്കി. പുതിയൊരു ലോകം തന്നെ ഈ കുറഞ്ഞ സമയത്ത് കൊണ്ട് ജനറൽ സെക്രട്ടറി സൃഷ്ടിച്ചു. ഇതിനൊക്കെ ഞാൻ സാക്ഷിയാണ്. 2 എക്സിക്യൂട്ടീവ് മെമ്പർമാർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനല്ല, ഒരു വലിയ പ്രശ്നമായിട്ട് ആളിക്കത്തിക്കാനാണ് അവരുടെ ശ്രമമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. കുടുംബസംഗമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നടന്ന പ്രോഗ്രാമിനെ കുറിച്ച് ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്ത
പേയ്മെന്റുകളെക്കുറിച്ചും അഴിമതിയാണെന്നുള്ള രീതിയിൽ മായാ വിശ്വനാഥ് എന്ന നടിയെ വിളിച്ച് ഡീലിംഗ് നടത്തിയതിൻ്റെയും ഭാഗമായി അവരുടെ വക വന്ന ഒരു മെയിൽ ഓഫീസിലുണ്ട്. ഇത്തരത്തിൽ സംഘടനയ്ക്ക് അകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ജനറൽ സെക്രട്ടറി സ്റ്റാഫിനോട് എന്ത് മര്യാദ കാട്ടാനാണ്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ദിവസം ഞായറാഴ്ച ഉച്ചയോടുകൂടി ട്രഷറർ വിളിക്കുന്നു, ഓഫീസിലേക്ക് വരാൻ പറയുന്നു. മായാ വിശ്വനാഥ് ഇവിടെ ഉണ്ട്, ഒന്ന് നൈസായി ഹാൻഡിൽ ചെയ്യുക, അവർക്കൊരു ചായ ഇട്ട് കൊടുക്കുക എന്നൊക്കെ മായാ വിശ്വനാഥിന് ചായ ഇടാൻ എന്നെ ആലുവയിൽ നിന്നും നട്ടുച്ച നേരത്തെ വിളിച്ച് വരുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കും ഉണ്ണിക്കും കൂടി ഒരു ചായ വേണമെന്നായിരുന്നു ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ഒന്ന് ആലോചിക്കണം, ഉച്ചയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇതേ ജനറൽ സെക്രട്ടറി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മെമ്പറായ ടിനി ടോമിനും ഞാൻ ചായയോ കോഫിയോ ഉണ്ടാക്കി കൊടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം, അവിടെ എക്സിക്യൂട്ടീവ് മെമ്പറായ ടിനി ടോം വന്ന ചായ ഒന്നും ഉണ്ടാക്കി കൊടുക്കരുത്. ഇവർ പറയുന്ന ആളുകൾ ചായ ഉണ്ടാക്കിക്കൊടുക്കും. അവിടെയും എന്താണ് ഇത്ര വേർതിരിവെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ എഴുതിയിട്ടുണ്ട്. സുജോയ് വർഗീസ് എന്ന എക്സിക്യൂട്ടീവ് മെമ്പർ അമ്മ സംഘടനയെ വിറ്റ് ജീവിക്കുകയാണെന്നും കൈലാഷ് എന്ന എക്സിക്യൂട്ടീവ് മെമ്പർ തന്ത്രശാലിയാണെന്നും അമ്മ അസോസിയേഷനെ ചൂഷണം ചെയ്യുന്ന ആളാണെന്നും ജനറൽ സെക്രട്ടറിയും ട്രഷററും എൻ്റെ മുന്നിൽ വെച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ മുഹമ്മദിനെ കൊണ്ട് അതിലേക്കെതിരെ കംപ്ലൈൻറ്റ് പറയണമെന്ന് പറഞ്ഞ് പല രീതിയിലുള്ള ഓഫറുകൾ നൽകിയെന്ന് പറയുന്നു. ജനറൽ സെക്രട്ടറി നൽകിയതാണ് ഞാൻ അറിഞ്ഞത് എന്നാണ് അതിൽ ജനറൽ സെക്രട്ടറി പറഞ്ഞതായിട്ടാണ് അറിയുന്നതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതിൽ നിരവധി കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഇതെല്ലാം നമ്മൾ പറയുന്നില്ല. ഇത് നമ്മൾ ആര് ചോദിച്ചാലും തെളിവ് സഹിതം കാണിക്കാനുള്ള നിരവധി സംഭവങ്ങൾ പോയിന്റ് ഇട്ടാണ് ചെയ്തത്. ഇതിനു മുമ്പും ഒരു ലെറ്റർ അയച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഈ ട്രഷറർ കാണിച്ചു കൂട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി, ചെക്ക് എഴുതുന്നവരെ തെറ്റിപ്പോകുന്നു, എഴുതുന്നതെല്ലാം തെറ്റിപ്പോകുന്നു ഒക്കെ കാണിച്ച് ഒരു ലെറ്റർ ജനറൽ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ പ്രസിഡന്റും അയച്ചു. അതിന് മറുപടി കൊടുത്തിട്ടില്ല. അതിനുശേഷമാണ് ഇങ്ങനെ മറുപടി ജനറൽ സെക്രട്ടറി എടുത്തിരിക്കുന്നത്. അപ്പോൾ ജനറൽ സെക്രട്ടറിയും ട്രഷററുമാണ് അവിടെ എന്തോ ഒക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നൊരു കാര്യത്തിൽ സംശയമില്ല. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അതുല്യയെ വിളിച്ചിരുന്നു. അതുല്യയുടെ വാക്കുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം തനിക്കുണ്ടായ അനുഭവം ചുരുക്കി പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ അതുല്യ നമ്മളോട് പറഞ്ഞത്. ഹലോ, നമസ്കാരം. അതുല്യ അല്ലേ? അതെ, അമ്മയുടെ ഓഫീസിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയ കമ്മിറ്റിയുടെ മാനേജറായിരുന്നു. ഓക്കെ, എനിക്ക് ഒരു ലെറ്റർ കിട്ടി. താങ്കൾ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കൊക്കെ അയച്ച ലെറ്റർ. അതിൽ കുറേ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ട്, ഉണ്ണി ശിവാലിനെ കുറിച്ചും കുക്കു പരമേശ്വരനെ കുറിച്ചും. താങ്കൾക്ക് എന്താണ് ഉണ്ടായ അനുഭവം? ആ ഓഫീസിൽ ഞാൻ വന്ന ദിവസം തൊട്ട് ഈ ട്രഷറർ എൻ്റെ അടുത്ത് വളരെ അപമര്യാദയായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആദ്യമൊക്കെ ഒരു ഈഗോ രീതിയിലെടുത്തു, പിന്നെ വളരെ മോശമായ പെരുമാറ്റം, പാതിരാത്രിയില് ഫോൺ വിളി, മെസ്സേജ് അയപ്പ്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞാൻ ഈ സെക്രട്ടറിക്ക് ഒഫീഷ്യലി മെയിൽ ആദ്യം പറഞ്ഞു നോക്കിയപ്പം അത് കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഒഫീഷ്യലി ഞാൻ മെയിൽ ഇട്ടു, ഇന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മെയിലിട്ടു. അപ്പം അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒഴിവാക്കി വിട്ടതാണ് ഇപ്പൊ സംഭവിച്ചത്. അങ്ങനെ ഒരു ടെർമിനേഷൻ രീതിയിലാണ് അവര് അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ലെറ്ററിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണം എനിക്ക് മനസ്സിലായി. അവിടെയുള്ള പല മെമ്പർമാരുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരിലെ ആളുകളെ കുറിച്ച്, പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ചുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആ കത്തിൽ കാണുന്നുണ്ട്. അത്തരം ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ട്. അത് ഞാൻ പറയാൻ കാര്യം, ഞാൻ പുറത്തുനിന്നുള്ള ഒരാളാണ് അവരുടെ കണ്ണിൽ, ആണല്ലോ. മറ്റുള്ളവരുടെ കണ്ണിലും അതെ, ഞാൻ ആർട്ടിസ്റ്റ് അല്ല. അപ്പം എന്റെ മുമ്പിൽ വെച്ച് പോലും വളരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഈ സ്ത്രീ നിലപാടുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇവരൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതിന് വേറെയും മെമ്പേഴ്സ് സാക്ഷികളും ഉണ്ട്. അതാരാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. പക്ഷെ ഇത് സത്യമായ കാര്യമാണ്, പലരെ കുറിച്ചും പറയാറുണ്ട്. ഞാൻ ആ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഇത് എവിടെ പറയുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ താങ്കൾ അത്രമാത്രം ഒരു ഉപദ്രവമാണ് അവിടെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ താങ്കൾ ഇത് നിയമപരമായിട്ടും പോകുന്നുണ്ടോ? നിയമപരമായിട്ടും നോക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് ഇനിയിപ്പോ ഞാനെന്നല്ല, അവിടെ വേറൊരു സ്റ്റാഫ് വന്നാലും, അതിപ്പോ ലേഡി ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇത് തന്നെ അവിടെ സംഭവിക്കത്തുള്ളൂ. അത് അയാൾക്ക്, ട്രഷറർക്ക് പ്രീതിപ്പെട്ട് നിൽക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ അവിടെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ ട്രഷറർ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ജനറൽ സെക്രട്ടറി ചലിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്റെ അടുത്ത് പലതവണ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇപ്പൊ തന്നെ ചെയ്തതും അത് തന്നെയാണ്. ജനറൽ സെക്രട്ടറി പുള്ളിനെ സംരക്ഷിക്കുന്ന രീതിയിലാണല്ലോ ഇതിപ്പോ ചെയ്തിരിക്കുന്നത്. പുറത്ത് ഞാൻ വാതുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇതെടുത്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ എന്റെ പ്രൊബേഷൻ 6 മാസമാണെന്നിരിക്കെ 6 മാസത്തിൽ തരേണ്ട ടെർമിനേഷൻ, ഇപ്പൊ എന്റെ വർക്ക് ഓക്കെ അല്ലെങ്കിൽ 6 മാസത്തിൽ അവർക്ക് ടെർമിനേറ്റ് ചെയ്യാം. 7 മാസം ആയിട്ടുണ്ട് ഇപ്പൊ.
ഓ ഈ 7-ാം മാസത്തിൽ തന്നെങ്കിൽ ഇയാളുടെ പ്രഷറിൽ തന്നെ അവർ തന്നിട്ടുള്ളതാണ്. ഇവർ തമ്മിലുള്ള എന്തോ ഒരിടപാടിൽ തന്നിട്ടുള്ളതാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നോർമലി ഒരു മനുഷ്യൻ നോക്കുമ്പം ബുദ്ധിമുട്ടുകളാണെന്നും കണ്ട് മനസ്സിലായ കാര്യങ്ങൾ അങ്ങനെ അല്ലാതാക്കാൻ വേറെ ആർക്കും പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും അതില്ല വളരെ മാനസികമായി ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. ഓക്കെ, അതിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ വിളിക്കാം. ഇപ്പോൾ ഞാനിത് കത്ത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ വിളിച്ചത്. ഒത്തിരി നന്ദി ഞങ്ങളോട് സഹകരിച്ചതിൽ. ഇതിന് എന്തെങ്കിലും ഓക്കെ. തെളിവുകൾ ആവശ്യമുണ്ടെങ്കിലും അതും എന്റെ പക്കലുണ്ടെന്നുള്ളത് ഓ, ഞാൻ അറിയിക്കുകയാണ്. ഇതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട്. ഉണ്ട് നമ്മളെ രാത്രി എന്നെ വിളിക്കുന്നു. ഹരാസ് ചെയ്തതിന് വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നത് ഉറപ്പ്. അതുല്യയുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട്. അത് ഞാൻ ഈ വാർത്ത ചെയ്ത ശേഷം ആവശ്യപ്പെട്ട തെളിവുകൾ സഹിതം തന്നെ രാത്രി വിളിക്കുന്നതും രാത്രി ഫോണിൽ വിളിക്കുകയും അതിലുള്ള ചാറ്റുകളും ഉൾപ്പെടെ ഞാൻ കാണിക്കാമെന്നാണ് അതുല്യ പറയുന്നത്. അപ്പം എന്തുമാത്രം ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീകളെ സ്നേഹിക്കുന്ന, സ്ത്രീകളുടെ കാര്യത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ താരസംഘടന അമ്മയിൽ സ്ത്രീകൾ മുന്നിട്ട് വന്ന കമ്മിറ്റിയിൽ നിന്നും ഒരു സ്ത്രീയായ ഒരു ഓഫീസ് മാനേജറിന് കിട്ടിയ ഒരു അനുഭവം നമ്മൾ കാണുമ്പോൾ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. പണ്ടൊക്കെ താരസംഘടനയ്ക്കുള്ളിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഹേമ കമ്മിറ്റിക്ക് ശേഷം അഡോ കമ്മിറ്റി വന്നു, നല്ല രീതിയിൽ കുടുംബസംഘം നടത്തിപ്പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത്തവണയും കുടുംബസംഘമൊക്കെ നടത്തി, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതിനകത്ത് ഈദ് കിറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീണ്ടുപോയി. ഇപ്പോൾ തന്നെ നീണ്ടിട്ടുണ്ട്. ആളുകൾ കാണണം, ഇത് കാണേണ്ട സംഭവമാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉണ്ണി ശിവാലിനൊക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ അതുല്യ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.